ഈ നല്ല നേരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോഴും ഞാൻ നിങ്ങൾക്കായി വാക്യം വായിക്കാം. സങ്കീർത്തനം 43 അധ്യായം 5 വാക്യം. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ നിരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ നിരങ്ങുന്നതെന്ത്? എത്ര നല്ല കർത്താവാണ്! ഈ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. യേശപ്പച്ചൻ പറയുന്നത്, നീ എന്തുകൊണ്ട് വിഷമിച്ച് നടക്കുന്നു, എന്തുകൊണ്ട് വിഷമിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. എന്നിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവ് യേശുവിൽ പ്രത്യാശ വയ്ക്കുക, അവൻ തന്നെ മുഖപ്രകാശ രക്ഷ എൻ്റെ ദൈവമാകുന്നെന്ന് ഇനി ഞാൻ അവനെ സ്തുതിക്കും. നമ്മൾ വിഷാദിച്ചുള്ളിൽ ഇറങ്ങുന്ന സമയത്ത് യേശുപ്പച്ചനോട് നമ്മൾ ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷവതിയും സന്തോഷവാനാകും. സന്തോഷവതിയാകുന്നതിൻ്റെ മെയിൻ റീസൺ വാക്യമാണ്. ബൈബിളിലെ വാക്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. എൻ്റെ ജീവിതത്തിലും ഞാൻ ഒത്തിരി വിഷാദിച്ച് അരങ്ങുന്ന സമയങ്ങളിൽ കർത്താവിനെ അതിരാവിലെ കാണുവാൻ ദൈവം പല വർഷങ്ങൾ മുൻപ് സഹായിച്ചു. ആ ഒരു ദർശനം ഇന്നും എന്നെ വിട്ട് നീങ്ങിയിട്ടില്ല. ആ ദർശനം വെച്ചാണ് ഇന്ന് ഞാൻ യേശുവിനെക്കുറിച്ച് നിങ്ങളോടൊക്കെ പറയുന്നത്. ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാൻ യേശുവിനെ മുഖാമുഖമായി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. വീട്ടിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ എതിർപ്പുകളുണ്ടായിരുന്നല്ലോ. എതിർപ്പിൽ മധ്യയിലും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് എഴുതുവാൻ പറഞ്ഞു. എന്താണ് ദർശനത്തിൽ കാണുന്നതോ അത് എഴുതുവാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് വരെ ചെയ്യുന്നുണ്ട്. റെസൊല്യൂഷൻസ് ചെയ്യുന്നത് പോലെ. റെസൊല്യൂഷൻസ് നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കത്തില്ല. അതേപോലെ ഞാൻ കഴിഞ്ഞ കാലങ്ങളിലും എഴുതി വെച്ചിങ്ങനെ ഞാൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദർശനത്തിനൊരു അവധി വെച്ചിരിക്കും. സമാപ്തിയിലേക്ക് എത്തും. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, നിശ്ചയമായും വരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥന പോലും ദൈവം തള്ളിക്കളയുന്നില്ല. നമ്മുടെ മറുപടി കർത്താവ് തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ബാക്കി എൻ്റെ ആത്മാവെ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ നമ്മൾക്ക് കടംപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചെടുക്കുക. എൻ്റെ ആത്മാവെ, വിഷാദിച്ചുള്ളിൽ നിരങ്ങുന്നതെന്ത്? എന്താണ് വിഷാദിക്കുന്നു, എന്താണ് പ്രയാസപ്പെടുന്നു എന്നുള്ള വാക്യമാണ്. സങ്കീർത്തനം 43 വാക്യം. എൻ്റെ ആത്മാവെ, വിഷാദിച്ചുള്ളിൽ നിരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവമാകുന്നെന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഈ രാവിലെ ദിവസം ഈ വാക്യം നമുക്ക് ധ്യാനിക്കാം. കുഞ്ഞുങ്ങൾക്കുമുള്ള വാക്യമാണ് പറയുന്നത്. വീഡിയോസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. ആമീൻ, ആമീൻ.